ഇടുക്കിയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയിൽ നിന്ന് വനപാലകൻ ഡ്രൈവറെ വലിച്ചു പുറത്തിട്ടു. തേക്കടി ചെക്ക് പോസ്റ്റിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സക്കീർ ഹുസൈനാണ് ഈ ക്രൂരത ചെയ്തത്. വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ജോസിൽ, ആ ദൃശ്യങ്ങളിൽ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് എന്താണ് ഈ കൃത്യത്തിന് ഈ വനപാലകനെ പ്രേരിപ്പിച്ചത്? ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആൾ. കാരണം രണ്ട് തരത്തിലാണ്. ഒന്ന്, ആ വനപാലകനെ പിടിച്ച് പുറത്തേക്കിടുന്നു, ആ ഓട്ടോ ആ നിയന്ത്രണം തെറ്റി സമീപത്തുള്ള കടയിലേക്ക് പോവുകയും ചെയ്യുന്നു. അവിടെ നിന്ന് ആളുകൾക്ക് ആർക്കെങ്കിലും പരിക്കേറ്റുണ്ട്. എന്താണ് ഈ സംഭവത്തിലേക്ക് ഇടയാക്കിയത്? സിജു, ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരത വനപാലകന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പോലീസിന്റെ പണിയെടുക്കേണ്ട ഒരു ബാധ്യതയും ഈ വനപാലകനില്ല. ഇത്തരത്തിൽ ഈ സ്ഥിരം ശല്യക്കാരനായ ഒരു വനപാലകനാണ് ഈ സക്കീർ ഹുസൈൻ എന്ന് പറയുന്നയാൾ. ഇത് കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഇയാൾ സസ്പെൻഷനിലായതിനു ശേഷം വീണ്ടും സർവീസ് തിരിച്ചെത്തിയിരിക്കുകയാണ്. സാധാരണ ഈ സസ്പെൻഷനിലായി കഴിഞ്ഞതിനുണ്ട് അതേ റേഞ്ചിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥന് നിയമനം കൊടുക്കുന്നതല്ല. പക്ഷേ ഇവിടെ തന്നെ ഈ തേക്കടിയിൽ തന്നെ അദ്ദേഹത്തിന് വീണ്ടും നിയമനം കൊടുത്തത് തന്നെ വലിയ ദുരൂഹതയാണ്. ചില മേലുദ്യോഗസ്ഥന്മാർക്കിടയിലുള്ള ഇദ്ദേഹത്തിന്റെ പിടിപാടൊക്കെ ഉപയോഗിച്ചാണ് വീണ്ടും സസ്പെൻഷനിലായതിനു ശേഷം വീണ്ടും ഈ സക്കീർ ഹുസൈൻ ഇവിടെ ജോലിക്ക് കയറിക്കുന്നത്. ഏതായാലും ഇന്നലെ വളരെ നടപടിയാണ് ഈ സംഭവത്തിനിടയാക്കിയ കാരണം എന്താണ്? ജോസിൽ, എന്തിനാണ് ഈ ഓട്ടോ ഡ്രൈവറെ ഇയാൾ പിടിച്ച് പുറത്തേക്കിട്ടത്? എന്ത് കാരണത്താലാണ്? ഈ സക്കീർ ഹുസൈൻ പറയുന്ന നിലപാട്, സിജു, ഈ ഓട്ടോ ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഒരാളെ ഓട്ടോ ഓടിച്ചു പോകുമ്പോൾ ഓട്ടോയിൽ നിന്ന് വലിച്ച് റോഡിലേക്ക് നിർത്താതെ പോയി, മദ്യപിച്ച് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയി എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ സക്കീർ ഹുസൈൻ ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. ഏതായാലും ഈ ഓട്ടോ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി ഏതായാലും പരാതി പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ആ പ്രദേശത്തെ പൊതുപ്രവർത്തകരടക്കം ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ വളരെ ക്രൂരമായിട്ടാണ് ഇതിപ്പോൾ ആ ഓട്ടോറിക്ഷ മുമ്പോട്ട് പോയി ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശമാണ് തേക്കടി എന്ന് നമുക്കറിയാം. വിദേശ വിനോദസഞ്ചാരികൾ അടക്കം എത്തുന്ന ഒരു പ്രദേശമാണ്. ആ ഓട്ടോറിക്ഷ മുമ്പോട്ട് പോയി ഏതെങ്കിലും സഞ്ചാരികളുടെ ദേഹത്തേക്കാണ് കയറുന്നതിൽ ഒരവസ്ഥ എന്താണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. ഏതായാലും തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് ആ ഓട്ടോറിക്ഷ മുമ്പോട്ട് പോയി ഇടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഏതായാലും വളരെ ക്രൂരമായ തലയിടിച്ചാണ് ഈ ഓട്ടോ ഡ്രൈവർ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഈ ഓട്ടോ ഡ്രൈവർ താമരക്കണ്ടം സ്വദേശി ജയചന്ദ്രനാണ് ഈ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള മനുഷ്യൻ. ആ മനുഷ്യനെയാണ് ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയിൽ നിന്ന് ഈ സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വലിച്ച് റോഡിലേക്ക് ഇടുന്നത്. ഓട്ടോറിക്ഷ മുമ്പോട്ട് പോയി ഒരു കടയിൽ ഇടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഈ വിഷയത്തിൽ പ്രദേശത്ത് വളരെ വലിയ ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഈ ഡ്രൈവർക്ക് പരാതി ഇല്ലെങ്കിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിപ്പിച്ചാൽ പോലും പൊതുപ്രവർത്തകർ ഈ പരാതിയുമായി മുമ്പോട്ട് പോകും എന്നുള്ള നിലപാടാണ് ആ പ്രദേശത്തെ പൊതുപ്രവർത്തകർ പറയുന്നത്. സിജു, ജോസ്ലി, നേരത്തെ ഈ സക്കീർ ഹുസൈൻ സസ്പെൻഷനിലായിരുന്നു എന്ന് പറഞ്ഞ് ഇതേപോലെയുള്ള അക്രമ പ്രവർത്തനം, ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തതിൻ്റെ പേരിലാണോ സസ്പെൻഡ് ചെയ്തത്? സിജു, ഇത്തരത്തിൽ അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ ഭരണ സംവിധാനത്തെ വിമർശിച്ച നിരവധി പോസ്റ്റുകൾ, ഫേസ്ബുക്ക് പോസ്റ്റുകളടക്കം വാട്സാപ്പിലടക്കം ഇപ്പോഴത്തെ LDF സർക്കാരിനെ അതുപോലെ തന്നെയൊക്കെ വിമർശിച്ചുകൊണ്ട് വളരെ മോശപ്പെട്ട പദാവലികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെതായി വന്നിരുന്നു. ഇതെല്ലാം ആളുകളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടതാണ്, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ജോലി ഇരുന്നു കൊണ്ട് തന്നെ തൻ്റെ രാഷ്ട്രീയം കളിക്കുകയും ഒപ്പം തന്നെ ഇത്തരത്തിൽ പ്രദേശത്ത് അവിടെ എത്തുന്ന വിനോദസഞ്ചാരികളോടക്കം വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ സക്കീർ ഹുസൈൻ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ ഇത്തരത്തിൽ ഉണ്ട് എന്നുള്ളതുമാണ് പ്രദേശവാസികൾ പറഞ്ഞത്. ഏതായാലും അവിടുത്തെ പൊതുപ്രവർത്തകർ പറയുന്നത് ഇത്തരത്തിൽ ഇപ്പോൾ ഈ ജയകൃഷ്ണൻ എന്ന് പറയുന്ന പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളി അദ്ദേഹത്തിനെ എന്ത് ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിപ്പിച്ചാലും പൊതുപ്രവർത്തകർ ഇപ്പോൾ CCTV ദൃശ്യങ്ങളടക്കം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വളരെ ക്രൂരമായി ഓട്ടോയിൽ നിന്ന് വലിച്ച് റോഡിലേക്ക് ആ മനുഷ്യൻ തലതല്ലി റോഡിൽ വീഴുന്ന ഒരു സാഹചര്യം. ഓട്ടോറിക്ഷ മുമ്പോട്ട് പോയി ധാരാളം സഞ്ചാരികളടക്കം യാത്ര ചെയ്യുന്ന തേക്കടിയിൽ ആ റോഡിൽ ഒരു കടയിലേക്ക് ഇടിച്ചു കയറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ പ്രവർത്തിച്ച ഈ സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് പൊതുപ്രവർത്തകർ അടക്കം ആവശ്യപ്പെടുന്നത്. സിജു, അതായത് ഇത് ഉത്തരവാദിത്വമില്ലായ്മ എന്ന് പറഞ്ഞ് ലഘൂകരിക്കാനാകില്ല, താന്തോന്നിത്തരമെന്നോ അതിനപ്പുറം പറയേണ്ടി വരുന്നുണ്ട്. ജോസിൽ, ഇതിൽ നിരവധി കുറ്റങ്ങളുണ്ട്. ഒന്ന്, ക്രമസമാധാന പാലനം വനപാലകൻ്റെ ചുമതലയല്ല. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് അതിക്രൂരമായി ഓട്ടോ ഡ്രൈവറെ വലിച്ചു പുറത്തേക്കിടുന്നു. ആ ഓട്ടോ ചെന്ന് അവിടെ മറ്റാരുടെയെങ്കിലും ദേഹത്ത് കൊണ്ടിരുന്നുവെങ്കിലോ ഇടിച്ചിരുന്നുവെങ്കിലോ മാത്രമല്ല
മോട്ടോർ വാഹന വകുപ്പ് അടക്കം കേസെടുക്കേണ്ട സാഹചര്യം ഇവിടെയുണ്ട്. സക്കീർ ഹുസൈൻ ഇങ്ങനെ നിരന്തരം ക്രിമിനൽ സ്വഭാവമുള്ള ആളാണെന്ന് അറിയാമായിരുന്നിട്ടും അയാൾ അവിടെ വീണ്ടും വെച്ചുപറപ്പിച്ച മേലുദ്യോഗസ്ഥരുണ്ടല്ലോ, അവർക്കെതിരെ കൂടി നടപടി വേണ്ടുന്ന സാഹചര്യമുണ്ട് അല്ലേ ജോസിൽ? തീർച്ചയായിട്ടും സിജു, കാരണം ഇത്തരത്തിൽ നേരത്തെ തന്നെ നമുക്കറിയാം ഈ വനപാലകർക്ക് പോലീസിന്റെ അധികാരം കൊടുക്കുന്നതിനെതിരെ ഇടതുപക്ഷം കൃത്യമായ നിലപാട് സ്വീകരിച്ചതാണ്. ഏതായാലും അത് ശരിവെക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വനപാലകർക്ക് പോലീസിന്റെ അധികാരങ്ങൾ കൂടി കൊടുത്താൽ എന്താകും സ്ഥിതി എന്നുള്ളത് ഒരു പരിശീലനവുമില്ലാത്ത ജനങ്ങളോട് മാന്യമായി ഇടപെടാൻ പറ്റാത്ത ഇത്തരം ഉദ്യോഗസ്ഥരെ വെച്ച് പോലീസിംഗും കൂടെ നടത്തിയാൽ എന്താകും അവസ്ഥ? ഇപ്പം ധാരാളം വിനോദസഞ്ചാരികൾ സഞ്ചരിക്കുന്ന തേക്കടി പോലെ ഒരു പ്രദേശത്ത് അവരോട് മാന്യമായി ഇടപെടാത്ത ഇത്തരത്തിൽ ഇപ്പം ഈ പറയുന്ന ഓട്ടോ ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നിരിക്കട്ടെ, എങ്കിൽ പോലും ഇത്തരത്തിൽ അയാളെ വലിച്ച് റോഡിലേക്ക് വലിച്ചിട്ട് അപകടമുണ്ടാക്കുന്നു. ആ അപകടമുണ്ടാക്കി അതോടൊപ്പം തന്നെ ആ ഓട്ടോറിക്ഷ മുമ്പോട്ട് പോവുകയാണ്. ഓട്ടോറിക്ഷ മുമ്പോട്ട് പോയി ഒരു കടയിൽ ഇടിച്ചു നിൽക്കുന്നു. അത് ആ കടയിൽ ഇടിച്ചു നിന്നുകൊണ്ട് അവിടെ ആ കടയിൽ സാധനങ്ങൾ മേടിച്ച് വലിയ ആൾക്കൂട്ടം ഇല്ലാതിരുന്നതൊക്കെ ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം. ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രദേശമാണ്, വിദേശികളടക്കം എത്തുന്ന പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു നിലപാട് ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സിജു, ജോസിൽ, ഇപ്പോൾ നിലവിൽ ഈ പരാതി പിൻവലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. കാരണം പരാതി പിൻവലിച്ചാലും സംസ്ഥാന സർക്കാരിന് സ്വമേധയാ കേസെടുക്കാവുന്നതാണ്, പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്നതാണ്. നിരവധി കുറ്റങ്ങളാണ്. ഒന്ന്, ക്രമസമാധാന പാലനം നടത്താൻ ഇയാളെ ആരാണ് ചുമതലപ്പെടുത്തിയത്? അങ്ങനെ ക്രമസമാധാന പാലനം പോലീസിന്റെ പണി ഏറ്റെടുക്കേണ്ട കാര്യമില്ല വനപാലകൻ. രണ്ട്, ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നിന്ന് ഓട്ടോ ഡ്രൈവറെ പിടിച്ച് വലിച്ച് ഇറക്കുന്നു, അയാൾ തലയിടിച്ച് വീഴുന്നു. മൂന്നാമതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം, ആ ഓട്ടോ ചെന്ന് കടയിൽ ഇടിച്ചു നിൽക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകുമായിരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് കേസെടുക്കുക മാത്രമല്ല പിരിച്ചുവിടപ്പെടേണ്ട ക്രിമിനൽ ആണ് ഈ സക്കീർ ഹുസൈൻ എന്നീ സാഹചര്യത്തിൽ പറയേണ്ടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും സിജു, ഇത്തരത്തിൽ ഇയാൾ അതിനുശേഷം ഇപ്പോൾ അയാളുടേതായ ഒരു കുറിപ്പും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഇയാൾ മദ്യപിച്ച് വാഹനം ഓടിച്ചു വരുമ്പോൾ തൻ്റെയും മറ്റുള്ളവരുടെയും ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് താൻ ഇത്രയും വലിയൊരു ധീരകൃത്യം ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇയാൾ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇത്തരം ഒരു പണി ചെയ്യാൻ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഏതായാലും ഇതിനെതിരെ ശക്തമായ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം, മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് പ്രദേശത്തെ പൊതുപ്രവർത്തകർ അടക്കം ആവശ്യപ്പെടുന്നത്. ഏതായാലും പൊതുതാൽപര്യ ഹർജി അടക്കമുള്ള കാര്യങ്ങളുമായി പ്രദേശത്തെ കുമളിയിലെ തേക്കടിയിലെ പൊതുപ്രവർത്തകർ മുമ്പോട്ട് പോകും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത്. സിജു, ശരി, ജോസിൽ സെബാസ്റ്റ്യനാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഓടുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് ഓട്ടോ ഡ്രൈവറെ നിലത്തേക്ക് വലിച്ചിട്ട് വനപാലകന്റെ ക്രൂരത വിവരങ്ങളാണ് ജോസിൽ സെബാസ്റ്റ്യൻ നൽകിയത്.